നിങ്ങളുടെ ആർസി ഡിജിറ്റൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജി ലോക്കറിലൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നതാണ്. 2025 ഏപ്രിൽ 1 മുതൽ നമുക്കിനി പോസ്റ്റ് ആയിട്ട് ആർസി വരില്ല, പകരം നമുക്ക് ഡിജിറ്റലായിട്ട് ആർസി എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്ഷയ പോയാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഓൺലൈനിൽ ഡിജിറ്റലായിട്ട് നമുക്ക് എങ്ങനെയാണ് ആർസി എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതാണ് ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 3 ലൈൻ. ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷനും കാണാൻ സാധിക്കും റിലേറ്റഡ് സർവീസും പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ കേരള കൊടുത്തിട്ടുണ്ട്. കേരള കൊടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു ഇൻ്റർഫേസ് ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടോ. ഇത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. ആ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ RTO ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ RTO സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അത് ജസ്റ്റ് ഒന്ന് 57 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഒരു പെട്ടിക്കോളം കാണാൻ സാധിക്കും. അതൊന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ മറ്റൊരു പേജ് നമുക്ക് എനേബിളായി വരും. ഇവിടെ പ്രൊസീഡ് കാണാൻ സാധിക്കും. ഈ പ്രൊസീഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് വീണ്ടും അടുത്ത ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3 ലൈൻ കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ആരോലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് മൂന്നാമത് കിടക്കുന്ന പ്രിൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ അടിച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചേസ് നമ്പറും ഇവിടെ അടിക്കാൻ മറക്കരുത്. അങ്ങനെ അടിച്ചതിന് ശേഷം ഇൻഫർമേഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ അടിയിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. ആ മൊബൈൽ നമ്പറും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ താഴെ തന്നെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ OTP വരും. OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആർസി ഡിജിറ്റൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജി ലോക്കറിലൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.